ദൈവം കൽപ്പിച്ചു ദേവരഥം വന്നു ദിവ്യഗുണങ്ങൾ തൻ ദേവരഥം വന്നു. പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഗ്രാമമാണ് കൽപ്പാത്തി അഗ്രഹാരം. ഇവിടെ നടക്കുന്ന രഥോത്സവത്തിനും പെരുമ ഏറെയാണ്. അഗ്രഹാര വീഥികളിലൂടെയുള്ള രഥപ്രദക്ഷിണം ഭക്തർക്ക് അസുലഭ പുണ്യമുഹൂർത്തം തന്നെയാണ്. ദൈവം കൽപ്പിച്ചു ദേവരഥം വന്നു. നമസ്കാരം. പാലക്കാട്ടുകാർക്ക് ഇപ്പോൾ ആകാംക്ഷയുടെ ദിനങ്ങളാണ്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട്ടിലെ പ്രമുഖമായ അഗ്രഹാരം കൽപ്പാത്തി അഗ്രഹാര വീഥികളിലാണ്. ഇന്ന് കൽപ്പാത്തിയിലെ പ്രമുഖമായ തേരുത്സവം, രഥോത്സവത്തിന്റെ 3ാം തേരുത്സവ ദിനമാണ്. ഇന്നാണ് ഈ വീഥികൾ ദേവരഥ സംഗമം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മൂർത്തികളെ തൊഴുത് തങ്ങൾക്ക് ഭക്തി സായുജ്യം നേടുന്നതിനുള്ള ജനത്തിരക്കാണ്, ഭക്തജനത്തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പവിത്രതയെന്നത് മാനവധർമ്മം. കൽപ്പാത്തി അഗ്രഹാരത്തിലെ പല ഭാഗങ്ങളിലായി പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളുണ്ട്. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം, പുതിയ കൽപ്പാത്തി മന്നക്കര മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളിലെ രഥങ്ങൾ ചേർന്നാണ് ഇന്നിവിടെ ത്രിസന്ധ്യയ്ക്ക് നടക്കാൻ പോകുന്ന ദേവരഥ സംഗമം കൂടിച്ചേരുന്നത്. കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ തിരക്ക് കൂടുതലാണ് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും. മഴ ഇപ്രാവശ്യം കൽപ്പാത്തിയെ സഹായിച്ചു. കൽപ്പാത്തിയുടെ കാലഘട്ടത്തിനനുസരിച്ച തിരക്കുകളും ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യത്തെ വിശേഷം ഇപ്രാവശ്യം ഇലക്ഷൻ എടുത്തു കൂടിയാണ്. ഇലക്ഷന്റെ ആൾക്കാരൊക്കെ വന്നിരുന്നു. ഇലക്ഷന്റെ ആൾക്കാരൊക്കെ വന്നിരുന്നു. കൃഷ്ണകുമാറൊക്കെ വന്നിരുന്നു. ഇന്നലെ തേര് വലിക്കാനൊക്കെ നിറയെ ജനം ഉണ്ടായിരുന്നു. 100 തരം അഗ്രഹാരങ്ങളുണ്ട് എന്നത് പാലക്കാട്ടിന്റെ പ്രത്യേകതയാണ്. ഇവിടെ താമസിക്കുന്ന ബ്രാഹ്മണർ അവരുടെ ജീവിത ശൈലി കൊണ്ട് വ്യത്യസ്തരാണ്. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇവർ. അതിരാവിലെ എഴുന്നേറ്റുള്ള മന്ത്രജപങ്ങളും പൂജകളും മറ്റും ഇവരുടെ ജീവിതത്തെ വളരെ വ്യത്യസ്തമുള്ളതാക്കി മാറ്റുന്നു. ഇത് തന്നെയാണ് നാനാഭാഗത്തുമുള്ള ഭക്തരെ ഇവിടങ്ങളിലേക്ക്, ഈ അഗ്രഹാരങ്ങളിലേക്ക് ക്ഷണിക്കുന്നതും. അതിന്റെ ഫലമാണ് ഇന്ന് നമുക്കിവിടെ കാണാവുന്ന ഈ ഭക്തജന സാഗരം. ദിവസേന തങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പി തൊഴാൻ വരുന്ന ഭക്തരെ ദേവകുടുംബം അവരുടെ വീട്ടുപടിക്കലെത്തി അനുഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം. അതിനായി രഥാരോഹണം ചെയ്യപ്പെടുന്ന ഉത്സവമൂർത്തികൾ ആയിരക്കണക്കിന് ഭക്തരുടെ സാരഥ്യത്തിലാണ് വീഥികളിലൂടെ പ്രയാണം നടത്തുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ അനുഗ്രഹ പ്രദക്ഷിണത്തിന് 3ാം ദിനമായ ഇന്ന് പ്രൗഢിയേറിയ ദേവരഥ സംഗമത്തോടുകൂടി പരിസമാപ്തിയാകും. നാനാദേശത്തു നിന്നുമുള്ള ഭക്തർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞ പ്രതീതി പ്രദാനം ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തെ ഈ പുണ്യദിനത്തിനായുള്ള കാത്തിരിപ്പിന് തയ്യാറാകുകയാണ് വീണ്ടും ഈ അഗ്രഹാരം. എല്ലാ രീതിയിലും ഒരു ഉത്സവം തന്നെയാണ്. പാലക്കാട്ടുകാർ മാത്രമല്ല, ഇങ്ങനെയുള്ള നല്ല തിരക്കിനിടയിൽ വന്ന് ഈ ഉത്സവങ്ങളെല്ലാം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം മനോഹരമായ വിരുന്നാണ് ഈ വീഥികൾ ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് എന്താണെന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ. ആഹാര സാധനങ്ങളാവട്ടെ, ചെറിയ സ്നാക്സ് ഒക്കെ ആവട്ടെ, കുട്ടികൾക്ക് നടന്ന് ക്ഷീണിക്കുമ്പോൾ കുറയ്ക്കാനായിട്ടുള്ള സ്നാക്സ് ആവട്ടെ, പെൺകുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിലുള്ള വളകൾ, മാലകൾ, പാദസരങ്ങൾ, അതുപോലെ വളരെ ദേവരഥം വന്നു. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അഗ്രഹാര വീഥിയിൽ കണ്ട മറ്റൊരു ആകർഷണമാണ് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം ഒരുക്കിയിരിക്കുന്ന ദി ലൈറ്റ് എന്ന എക്സിബിഷൻ. പേരുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ജ്ഞാനത്തിന്റെ വെളിച്ചം ഭക്തജനങ്ങൾക്ക് പകർന്നു നൽകുന്ന ഒരു സ്റ്റോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
വരൂ, നമുക്ക് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അവര് ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നോക്കാം. ശാന്തത എന്നതും മാനവധർമ്മം. ബ്രഹ്മകുമാരീസിന്റെ ദി ലൈറ്റ് എന്ന എക്സിബിഷൻ സ്റ്റാളിലേക്ക് നമ്മൾ കടന്നപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരുന്നതിനായി നമുക്ക് അനിത സിസ്റ്ററെ കാണാനിടയായി. അനിത സിസ്റ്ററെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ വരൂ. എന്തൊക്കെയാണ് ഈ ഒരു എക്സിബിഷൻ സ്റ്റാളിന്റെ പ്രത്യേകതകൾ? ബ്രഹ്മകുമാരീസ് എന്തെല്ലാമാണ് ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നൊന്ന് ചുരുക്കത്തിലൊന്ന് പറയും. എല്ലാ വർഷവും കൽപ്പാത്തിയിൽ എക്സിബിഷൻ മേള വെക്കാറുണ്ട്. ഇതിലൂടെ നമ്മൾ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു അവയർനെസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷൻ നടത്തിയിട്ടുള്ളത്. കാരണം ഇന്ന് നമുക്ക് ഭൗതികമായിട്ട് വളരെയധികം വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ആധ്യാത്മികമായി എല്ലാവരും ആധ്യാത്മിക ശക്തിയിൽ എല്ലാവരും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവബോധം വളർത്തുന്നതിന് വേണ്ടി ഈ ചിത്ര പ്രദർശനത്തിലൂടെ നമ്മൾ ആദ്യം നൽകുന്നത് നമ്മളെല്ലാവരും മനുഷ്യ ശരീരങ്ങൾക്കുള്ളിലിരിക്കുന്ന ആത്മചൈതന്യമാണെന്നും ആത്മചൈതന്യത്തിലുള്ള നന്മകൾ ഇന്ന് നമ്മൾ പുറമെയാണ് അന്വേഷിക്കുന്നത്. പുറമെ അന്വേഷിച്ചാൽ പോലും നമുക്കത് പരിധിവരെ മാത്രമേ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് പുറമെ നമ്മൾ അന്വേഷിച്ചാൽ നിരന്തരം അത് ലഭിക്കുന്നില്ല. അതിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളെല്ലാ മനുഷ്യ ശരീരങ്ങളും ഉള്ളിലിരിക്കുന്ന ആത്മബോധം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും തന്റെ നന്മകൾ എന്താണെന്നും തന്റെ വാല്യൂസിനെ എങ്ങനെ കൊണ്ടുവരണം എന്നൊരു എക്സസൈസ് ആണ്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ് നമ്മളിവിടെ ചെയ്യിപ്പിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ അതാണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ എക്സ്ചേഞ്ച് മേളകൾക്കൊക്കെ ശേഷം ഒരു ഒന്ന് രണ്ട് അച്ഛന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെന്തിനാ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. എന്താണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്യാണ് ഞങ്ങള്. അവർ വരുന്ന അവരുടെ ഡീറ്റെയിൽസ്, അവരെവിടെയാണ് ഫോൺ നമ്പർ, അവരിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വേദി ഒരുക്കാണ് ഞങ്ങൾ. അപ്പൊ അതാണ് ഞങ്ങളുടെ രജിസ്റ്റർ മാതിരിയാണ്. എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് നമ്മൾ അവരെ തിരിച്ചു വിളിക്കും. ഓക്കെ. എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ടോ? നമ്മൾ അവരെ അറിയിക്കും. ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതിന് തുടർന്നുള്ള ഏതെങ്കിലും പരിപാടികൾ ബ്രഹ്മകുമാരീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ വരും ദിവസങ്ങളില്? വരുന്ന എല്ലാവരും അറിയിക്കും എന്താണെന്ന്. അടുത്തതായി നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ബ്രഹ്മകുമാരീസിന്റെ ലിറ്ററേച്ചറിലാണ്. ധാരാളം പുസ്തകങ്ങളും അത്യാവശ്യം ഫോട്ടോസ്, ശിവലിംഗത്തിന്റെ, ലക്ഷ്മി നാരായണന്റെ, ശ്രീകൃഷ്ണന്റെ എല്ലാം ഫോട്ടോസ് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേര് എല്ലാവർക്കും ഇത് എന്താണെന്നും ഇതെടുത്ത് കൊടുക്കുന്നതിനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം എന്തിനോടനുബന്ധിച്ച ബുക്കുകളാണ്? ഇപ്പൊ ബ്രഹ്മകുമാരീസിന്റെ ലൈറ്റ് എന്ന എക്സിബിഷനിലൂടെ അവരുദ്ദേശിച്ച കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഉണ്ടായ അനുഭൂതി അത് തന്നെയാണ്. അതായത് സിസ്റ്റർ അനിത സിസ്റ്റർ പരാമർശിച്ച പോലെ എത്ര തന്നെ ഭൗതിക ജ്ഞാനം നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ആത്മീയ ജ്ഞാനം നേടാത്ത ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനായി അമൂല്യമായിട്ടുള്ള ആത്മീയ ജ്ഞാനം വളരെ സരളമായ രീതിയിലെ ചിത്രങ്ങളിലൂടെ വിശദീകരിച്ച് നൽകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ അതിനുള്ളിൽ കണ്ടത്. അതിനുശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്തിയുടെ സായുജ്യം നൽകുന്ന രീതിയിൽ ശിവലിംഗത്തിന്റെ സഹസ്ര ജ്യോതിർലിംഗ രൂപം അതും കൂടി നമ്മൾ കാണാനിടയായി. അതിനുശേഷം ഒരുക്കിയിരിക്കുന്ന അതായത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ വളരെ മുഖ്യമായ ആകർഷണമായ രഥത്തിന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്ന ശിവലിംഗം, അതും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സോമനാഥ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് സമാനം രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ രീതിയിലാണ് ആ ഒരു മാതൃക നമുക്ക് കാണാൻ സാധിച്ചത്. ഇതെല്ലാം തന്നെ ഈ അഗ്രഹാരത്തിലേക്ക് ഭക്തജനങ്ങൾ ഇത്രയും അവർക്ക് ഭക്തിയുടെ പുണ്യം നുകരാനായിട്ട് ഈ വീഥികളിലൂടെ നടന്നു നീങ്ങുന്ന ഭക്തജനങ്ങൾക്ക് ബ്രഹ്മകുമാരീസ് ഒരുക്കിയിരിക്കുന്ന ഈ സ്റ്റോള് കൂടി സന്ദർശിക്കുന്നതിലൂടെ അവർക്കൊരു പൂർണ്ണത, ഒരു നിറവ് കൈവരിക്കും. അവർ മനസ്സും എല്ലാം നിറഞ്ഞു തന്നെയായിരിക്കും അവര് ഇവിടുന്ന് പോകുന്നുണ്ടാവുക എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാനും. എനിക്കും എല്ലാ രീതിയിലുള്ള ഒരു മനസ്സ് നിറവ് തീർച്ചയായിട്ടും എനിക്ക് നേടാൻ സാധിച്ചു. അതിനായി ബ്രഹ്മകുമാരീസിന് നമുക്ക് എല്ലാവർക്കും നന്ദി പറയുക വളരെ അത്യാവശ്യം തന്നെയാണ്. ബ്രഹ്മകുമാരീസിന്റെ ദി ലൈറ്റ് എന്ന എക്സിബിഷൻ ഇത്തവണത്തെ കൽപ്പാത്തി രഥോത്സവത്തിന് മാറ്റുകൂട്ടിയെന്നതിൽ സംശയമില്ല. വിശ്വനാഥനെ കൺകുളിർക്കെ കണ്ടു തൊഴുത ഒരു ഭക്തന്റെ ശുദ്ധമായ മനസ്സും ബുദ്ധിയും തന്നെയാണ് അമൂല്യമായ ആത്മീയ ജ്ഞാനം വിളമ്പാനുള്ള ഏറ്റവും അനുയോജ്യമായ പാത്രം. ആ ഭാഗ്യമാണ് ഈ സ്റ്റാൾ സന്ദർശിച്ച് ഓരോ ഭക്തനും സിദ്ധിച്ചിരിക്കുന്നത്.
അത്യപൂർവമായ സഹസ്ര ജ്യോതിർലിംഗ ദർശനവും ഒരുക്കിയിരിക്കുന്നതിലൂടെ ഒരു ആത്മീയ ദൃശ്യശ്രവ്യാനുഭൂതി പ്രദാനം ചെയ്യാൻ ദി ലൈറ്റ് എന്ന എക്സിബിഷന് സാധിച്ചു എന്നതിൽ തർക്കമില്ല. ഇവിടെ നിന്നും ഇറങ്ങുന്ന ഓരോ ഭക്തന്റെയും മുഖത്തിൽ നിന്ന് അത് വ്യക്തമായിരുന്നു.